പാട്ടുകാരാണെന്നാ തോന്നുന്നേ. അങ്ങ് നിർത്ത്. എങ്ങട്ടായി പോണേ? ഞങ്ങള് മുണ്ടക്കയില് ഉത്സവത്തിന് ഗാനങ്ങൾ നടത്താൻ വന്നാലാ. മുണ്ടക്കയോ? എടോ, ഇന്ന് നിങ്ങളുടെ ഉത്സവം മംഗലശ്ശേരിക്കാണോ? ഞങ്ങള് മുണ്ടക്കയിലോട്ട് തന്നെ വരില്ല. മംഗലശ്ശേരിയിലോട്ട് പോയാ മതി. എന്താ വിരോധമുണ്ടോ? ഇല്ല. മംഗലശ്ശേരിയിൽ എന്തുവാ? മംഗലശ്ശേരി നീലാണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? മോനെ, തങ്കത്തിന്റെ നിറം, 7 അടി പൊക്കം, 10 ആനകളുടെ ശക്തി. എന്താ പോരെ? ആജാനു ബാഹു. ഉണ്ടക്കണ്ണ വാ പൂടാ വാ. ഓരോരുത്തരും ഓരോ കാര്യങ്ങളെ. വാ നീലാതെ വന്നു, അവര് വന്നു. ആരാടോ ഇവര്? ഞാനാടോ നീലകണ്ഠൻ. ആരാടോ ഇവര്? എടോ നീല, ഇവരാ മുണ്ടക്കൽ ഉത്സവം കലക്കാൻ. സോറി ടാറേത് പറഞ്ഞതാ. നമ്മുടെ മുണ്ടക്കൽ ഉത്സവത്തിന് പാട്ട് പാടാൻ വന്ന ചില ആൾക്കാരാ. എങ്കിൽ ഇവര് പാട്ട് ഇവിടെ നടന്നാ മതി. നടക്കട്ടെ. പാട്ട് തുടങ്ങണോ? എന്തിനാണോ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഉത്സവം കലക്കാനായിരുന്നെങ്കിൽ ഇവരെ സ്റ്റേജിൽ കൊണ്ടാക്കടോ. നായിന്റെ മക്കൾ ഓരോ ടീം ഇറങ്ങും, മനുഷ്യനെ ബുദ്ധിമുട്ടിക്കും. എന്റെ മൂടാകെ പോയി. എന്തുണ്ടോ ഈ നീലകണ്ഠന് തരാൻ നല്ലൊരു ഐറ്റം? ഞാൻ ആലോചിച്ചിട്ട് നമ്മുടെ അപ്പുമാഷ മോളുണ്ട് ബോംബെയില് കുറെ ഹോട്ടലുകളിൽ ക്യാബറ ഡാൻസ്. ആ ചരക്കല്ലേ, അവളെ വിളിയടോ. അവളുടെ സദ്യ തന്നെ ആവട്ടെ. ആയിക്കോട്ടെ, അവളെ വിളിക്കാം. വാ മോൻ വാ, നമുക്ക് വിളിക്കാം. അപ്പോഴേക്കും ഞാൻ 2 എക്സസൈസ് എടുക്കട്ടെ. അവരെത്തി. നീക്കടി. നീയാണോ അപ്പുമാഷിന്റെ മോള്? നീ എവിടെ എന്ത് കളിച്ചു എന്നാ പറഞ്ഞേ? ഞാൻ കളിക്കാത്തതായി ഒരു സ്ഥലവും ബാക്കിയില്ല. അത് കണ്ടാലറിയാം. എന്തത്? നിന്റെ ഒരു ഡാൻസ് കാണണമെന്ന് എനിക്ക് അതിയായ മോഹമുണ്ട്. നിന്റെ എനിക്കിതൊന്നും കാണാൻ വയ്യ. വയസ്സായി പറഞ്ഞിട്ട് കാര്യമില്ല. എന്തൊക്കെയാവും? കലയെ സ്നേഹിക്കാത്ത ഈ ആഭാസന്മാരുടെ മുൻപിൽ നൃത്തം വെക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇനി ഈ പാവാട എന്റെ ജന്മത്തെ ഞാൻ ഉടുക്കില്ല. നീല, ഇത്രയും വേണ്ടിയിരുന്നില്ല. മോശമായി പോയില്ലേ? അല്പം കൂടി പോയി. വേണ്ടായിരുന്നോ? വേണ്ടായിരുന്നു. നീലകണ്ഠന്റെ വീടാ? അതെ, ഞാനാണ് നീലകണ്ഠൻ. കശ്മീല, നീനാടാ അതെ. ആ കുട്ടിയുടെ സ്റ്റെപ്പ് മൊത്തം തിരിച്ചില്ലേ കശ്മീലൻ? ആ കുട്ടിക്ക് ഒരുപാട് ഫ്യൂച്ചറിലായിടോ. ഫ്യൂച്ചർ എന്തുട്ടാ സ്പൂൺ മുക്കിന്റെ കളി? എന്താ നിന്റെ വിചാരം? ചേട്ടാ ഒന്ന് പോവാം. അമ്മേ ഓടോ, എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ആ കുട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് വാങ്ങിയ പാവാടെ അതൊക്കെ കുളവാക്കി കശ്മലൻ. കരിമടി കുട്ടാ, നിനക്ക് കുട്ടികൾ തെണ്ടി. എവിടെ പോയി കിടക്ക കൊന്തം? എടോ നമുക്ക് അവളുടെ വീട്ടിലൊന്ന് പോണം. ഒരാവശ്യത്തിന് വിളിച്ചാൽ അങ്ങോരെ കാണില്ല. അവളുടെ വീട് വരെ ഒന്ന് പോണം. നീ ഇവിടെ ഉണ്ടാവണം. കേറൂ, സൈക്കിളിൽ കയറി. നല്ല കാര്യല്ലോ. ബാലു, നിന്റെ ആ ഡാൻസ് മാസ്റ്ററിനെ ഞാനിന്ന് കണ്ടു. വലിയ ഫേമസാ, ഞാൻ അറിയും ആള്. കോഴിക്കോട് ബസ് സ്റ്റാൻഡ്, തൃശ്ശൂർ പാർക്ക് അവിടെയൊക്കെ കാണാറുണ്ട്. വലിയ ആളാണ്. ആള് പറഞ്ഞു നിനക്കെന്തോ കപ്പ് കിട്ടാൻ പോണു ഹോട്ടലിലും, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ. നിനക്ക് ആ പാവാട എടുത്തു കൊടുത്തൂടെ? ഇല്ല, ഒരിക്കലുമില്ല. നിങ്ങൾക്ക് വാശിയുണ്ടെങ്കിൽ എനിക്കും ഉണ്ടോ വാശി? എന്തിനാ ഈ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണേ? നീ പാവാട എടുത്തില്ലെങ്കിൽ ഇവിടെ ടിക്കറ്റ് വെച്ച് ഷോ നടത്തേണ്ടി വരും. നിനക്കത് എടുത്തൂടെ? കൊടുക്കടോ പാവാട. എത്ര നാളത്തെ സാധകത്തിന് ശേഷമാണ് ഈ പാവാട എനിക്ക് കിട്ടിയെന്ന് അറിയാമോ? നിങ്ങളുടെ മരണത്തിന് ശേഷം അല്ലാതെ ഞാൻ ഈ പാവാട ഉടുക്കൂല. ഈ വാരൊരു കാര്യം പറയാം.
ഇതൊരു ഉറച്ച മനസ്സിനുള്ള മറുപടിയാണ്. വരേ, ഇതാടോ പാവാട. അമ്മേ, ഇതുവരെ കണ്ടതൊക്കെ വെറും ചുരിദാറാണോ? ചുരിദാർ വാടോ. വാ, നമുക്ക് പോവാം. അയ്യോ പോയില്ലേ? രഥം താണല്ലോടോ വരേ, ഒന്നിറങ്ങി കൈവയ്ക്ക്. ഏറ്റു, ഞാൻ ഏറ്റു. നീലകണ്ഠ, ആരാടാ? ശേഖരനാണോ പട്ടി? കുട്ടിക്കാലത്ത് വെച്ച് ഒരുപാട് പ്രാവശ്യം നീ എന്നെ തോൽപ്പിച്ചിട്ടുണ്ടടാ. ജോക്കർ കളിച്ചപ്പോൾ എന്നും, റമ്മി കളിച്ചപ്പോഴും, മുങ്ങാങ്കുഴി ഇട്ടപ്പോഴും എന്നും നീ ആയിരുന്നടാ ജയിച്ചത്. അതിനെന്ത് പറയണോ പട്ടി? നേരെ വാടാ. ഞാനിപ്പോ പോവാടാ, ഞാൻ വരും ഇനി ഒരിക്കൽ കൂടി. നീലാപ്പൂ വന്നത്തേക്കുള്ളതായില്ലേ? വാ. അവനൊന്ന് മറമറിയട്ടോ. വന്നല്ലേ ഊരുതണ്ടി? അതെ, പക്ഷെ എനിക്ക് ആ കിടപ്പ് കാണാൻ വയ്യടോ. ചാത്തന്മാരുടെ ഒപ്പം സൂക്ഷിച്ചൊരു രൂപുണ്ട്, അത് അങ്ങനെ തന്നെ നിന്നോട്ടെ. പിന്നെ കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് കൊടുത്തതിന്റെ ബാക്കി നിവേദ്യം ഞാനങ്ങ് തരാ. പോയല്ലേ? അമ്മേ, നീലകണ്ഠ, വന്ന് കഴിഞ്ഞില്ലടാ, ബാക്കിയില്ലടാ. നീ ചാവില്ലെന്ന് എനിക്കറിയാമായിരുന്നടാ. നിന്നെ എനിക്ക് വേണം. ഒരുപാട് കണക്കുകൾ എനിക്ക് തീർക്കാൻ ബാക്കിയുണ്ടടാ നീല. കണക്കുകൾ ബാക്കി വയ്ക്കുന്ന ശീലം എനിക്കില്ലടാ. ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒടിഞ്ഞ കയ്യിൽ കത്തിയും കൊണ്ട് ഞാൻ വന്നേനെ. കഷ്ടം, എന്റെ കത്തിയില്ലടാ. എടാ നീല, അയ്യോ അമ്മേ, അയ്യോ അമ്മേ, അയ്യോ 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 10 ലക്ഷം മാരുതി പോയേ. എന്തിനാ വന്നത്? സഹതപിക്കാനാണെങ്കിൽ ഒരു പട്ടിയും വരണ്ട. വേണമെങ്കിൽ തെറി പറഞ്ഞു വെക്കോളൂ. ഭാര്യമ്മ കളിയാക്കാതിരിക്കാൻ പറയൂ. എന്തിനാ വന്നത്? എന്റെ മരണശേഷം കൊടുക്കുമെന്നല്ലേ പറഞ്ഞത്? എന്റെ മരണം പോലെ ആയില്ലേ? ഇനിയെങ്കിലും അതൊന്നും എടുത്തൂടെ? അയ്യോ, ഞാൻ പറഞ്ഞതൊക്കെ അറം പറ്റിയതുപോലെയായി. ഉടുക്കു പെണ്ണേ, ഉടുക്കാം. കൊടുക്കടോ ആ പാവാട. ഞാനിപ്പോ എടുത്തു വരാം. കൊടുക്കടോ, കൊള്ളാട്ടാ. കൊടുക്കടോ. ഉടുക്കു പെണ്ണേ, ഞാനൊന്ന് കാണട്ടെ. എനിക്കും കാണണം. വിരോധമുണ്ടോ? ആ, നിന്റെ നൃത്തം ഒന്ന് കാണണമെന്നുണ്ട്. അന്ന് കാണാൻ പറ്റിയില്ല. പാട്ട് വരട്ടെ. മതി. എൻ്റെ കൂട്ടുകാരൻ്റെ ഹൗസ് വാമിംഗ് ആണ് അടുത്ത ആഴ്ച. അപ്പോൾ അവനൊരു ഡാൻസ് വേണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ നിന്റെ ഡാൻസ് അറേഞ്ച് ചെയ്യാം. നീ വേണമെങ്കിൽ പോയി നിന്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സും സാമാനുകളൊക്കെ എടുത്ത് പോന്നോളൂ. നമുക്ക് പോവാം. ശരി, വേഗം പോയിട്ട് വാ. നമുക്ക് ഒരല്പം തിരക്ക് കൂടിയോ വരമ്മ? ഇല്ല നീല, നമുക്ക് ആ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാം. എന്റെ അണ്ടർ എന്തായാവോ? നമ്മുടെ ഭാനുവിനെ ഭാനുവിനെ ആ നീലകണ്ഠ ആൾക്കാർ അവിടെ കെട്ടിയിട്ടിരിക്കുന്നു. വാടോ.
എടാ നീലകണ്ഠ, നിന്നെ ഇവിടെ വരുത്താനാടാ ഞാൻ ഈ വൃത്തിയായിട്ട കളികളൊക്കെ കളിച്ചത്. അവളെ ഒന്നും ചെയ്യരുത്. ഇല്ല, നീ അന്ന് കലക്കിയ അതേ ഉത്സവം, അതേ കാണികൾ അവരുടെ മുന്നിൽ വെച്ച് പട്ടിയെ തല്ലും പോലെ തല്ലാൻ പോവുകയാടാ ഞാൻ നിന്നെ. എതിർത്ത് കഴിഞ്ഞാൽ ഇവൾ പൊട്ടിച്ചടിക്കും. അയ്യോ അരുത്, വേണ്ട വേണ്ട ശേഖര, നിനക്ക് തല്ലണമെങ്കിൽ തല്ലാം, തല്ലടാ. ഐഡിയ. എന്താ രസം ഈ ബോബനും മോളെ രണ്ട് കുട്ടികൾ വായിച്ചോ, മക്കൾ പോയി പുറത്ത് പോയി വായിച്ചിട്ടോ. മോളെ നിന്നെ രക്ഷപ്പെടുത്തത് കണ്ടിട്ടാ. ശേഖര, എനിക്ക് ജീവിക്കണം ആണുങ്ങളെ പോലെ. ഇനി ഒരു പെണ്ണിനെ ഉപദ്രവിക്കാൻ നിനക്കതുണ്ടാവരുത്. ഞാൻ ഉദ്ദേശിച്ചത് നിന്റെ കൈ മാത്രമാണ്.